ഒരിക്കൽ കപ്പിൾ കൗൺസിലിങ്ങിൽ ഒരു സ്ത്രീ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. ബെഡ്റൂമിൽ കുട്ടിയെ കിടത്തിയാൽ അത് ഭർത്താവിന് ഇഷ്ടപ്പെടില്ല. അവിടെ ഒച്ചയും ബഹളവും ചിലപ്പോൾ അടിയുമൊക്കെ ഉണ്ടാകും എന്നാണ്. പൂർവ്വം കുട്ടികളെ കിടത്തുന്നതാണെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയും ഭാര്യയെ അടിക്കുകയും ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ എന്താ സംഭവിക്കുക? പരസ്പരം ഇമോഷണൽ ഇൻറ്റിമസി കുറയുന്നു. ഇമോഷണൽ ഇൻറ്റിമസി കുറയുന്നതോടെ ഫിസിക്കൽ ഇൻറ്റിമസിയും ഇല്ലാതായിത്തീരുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഡിസയർ കുറയുന്നു. നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ദേഷ്യവും നീരസവും ഒക്കെ തോന്നിയിട്ടുള്ളത് എപ്പോഴാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ പങ്കാളി ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളോട് ദേഷ്യവും നീരസവും ഒക്കെ കാണിക്കുന്ന സന്ദർഭങ്ങളുണ്ടാകും. പക്ഷെ അതെന്തിനാണെന്ന് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായെന്ന് വരില്ല. എത്ര ശാന്തമായി ചോദിച്ചാലും സ്നേഹത്തോടെ ചോദിച്ചാലും ദേഷ്യത്തോടുള്ള ഒച്ചയും ബഹളവും ഒക്കെയായിരിക്കും ചിലപ്പോൾ പലരും കാണിക്കുന്നത്. ചിലപ്പോൾ ചിലർ സൈലൻസ് ആയിരിക്കും. എന്നാൽ സൈലൻസിലും നീരസവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരിക്കും, സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ. ഏതൊക്കെ സമയങ്ങളിലാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ പങ്കാളി, അതായത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയിട്ടുള്ളത്, നീരസം തോന്നിയിട്ടുള്ളത് എപ്പോഴാണ് എന്നതിനെ കുറിച്ചാണ്. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഭർത്താക്കന്മാർ പലപ്പോഴും ദേഷ്യവും നീരസവും കാണിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും അതിൻ്റെ പൊരുൾ എന്താണെന്ന് ഭാര്യമാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വിവാഹ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സംതൃപ്തിയുമൊക്കെ ഉണ്ടാകണമെങ്കിൽ ദാമ്പത്യ ബന്ധത്തിലെ ചില ഘടകങ്ങളൊക്കെ ഒത്തുചേർന്ന് അവിടെ ഒരു സമതുലിതാവസ്ഥ ഉണ്ടായിരിക്കണം. അതിന് പങ്കാളികൾക്കിടയിലുള്ള മാനസിക ബന്ധവും ശാരീരിക ബന്ധവും വൈകാരിക ബന്ധവും വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ പങ്കാളികൾക്ക് ഒരേ സമയം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒത്തുചേരാൻ പറ്റില്ലെന്ന് വരും. അത്തരം സമയങ്ങളിൽ മെയിൽ പാർട്ട്ണർക്ക് പലപ്പോഴും നീരസവും ദേഷ്യവും സങ്കടവും ഒക്കെ വന്നേക്കാം. ചിലർ അത് ദേഷ്യത്തോടെയും ഒച്ചയെടുത്തും ബഹളം വെച്ചും തീർക്കുന്നു. എന്നാൽ ചിലരാകത്തെ വളരെ സൈലന്റ് ആയിട്ട് അവരുടെ പെരുമാറ്റത്തിലൂടെയും അവരുടെ സംസാരത്തിലൂടെയും അത് പ്രകടമാക്കുന്നു. ചില ഭാര്യമാർ ഭർത്താവിൻ്റെ നീരസത്തിൻ്റെയും വെറുപ്പിൻ്റെയും കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വളരെ സമാധാനത്തോടെയും ശാന്തതയോടെയും സംസാരിക്കാൻ ചെന്നാൽ അവരെ കടിച്ചു കീറാൻ വരുന്ന രീതിയിലായിരിക്കും ഭർത്താക്കന്മാരുടെ സംസാരവും പെരുമാറ്റവുമെല്ലാം. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇത്തരം അവസ്ഥകളിലൂടെ, ഇത്തരം സന്ദർഭങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ? ഇത്തരം സന്ദർഭങ്ങളിൽ ഫീമെയിൽ പാർട്ട്ണർ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്? മെയിൽ പാർട്ട്ണർക്ക് ഫിസിക്കൽ ഇൻറ്റിമസി ആവശ്യമായി വരുന്ന സന്ദർഭങ്ങൾ സ്വാഭാവികമാണ്. ആ സമയങ്ങളിൽ ഫീമെയിൽ പാർട്ട്ണർ അവൈലബിൾ ആകാതിരിക്കുമ്പോൾ അവർക്ക് നീരസവും വിഷമവും വെറുപ്പും ഒക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് സ്വാഭാവികം തന്നെയാണ്. എന്നാൽ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അത്തരം സന്ദർഭങ്ങളിൽ അതിനെ ഒരു പ്രശ്നമാക്കി മാറ്റാതെ നിങ്ങൾ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ ഇൻറ്റിമസിക്ക് സമയവും സന്ദർഭങ്ങളും മാനസികമായിട്ടുള്ള ശാന്തതയുമൊക്കെ അത്യാവശ്യമാണ്. എന്നാൽ മെയിൽ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നില്ല. അവർക്ക് ഏത് സമയത്തും അത്തരം കാര്യങ്ങളിൽ അവൈലബിൾ ആകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പിന്നെന്താണ് ഇതിനൊരു പരിഹാരം? ചിലപ്പോൾ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാകാം. ജീവിതമല്ലേ, രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആളുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു ജീവിതമാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. അത്തരം സന്ദർഭങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ സ്നേഹം മാത്രം പോരാ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, എമ്പതിയും ഉണ്ടായിരിക്കണം. പങ്കാളികളുടെ ആവശ്യങ്ങൾ ഒരേ സമയം ഒത്തുചേരാതിരിക്കുമ്പോഴുണ്ടാകുന്ന നീരസവും ദേഷ്യവും വെറുപ്പും ഒക്കെ സാധാരണയായിട്ടാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാമെന്നതിനെ കുറിച്ച് ചില പോയിന്റുകൾ നമുക്ക് നോക്കാം. ചില കാര്യങ്ങൾ പങ്കാളികൾ മനസ്സിലാക്കിയാൽ അത് ശരിയായ രീതിയിൽ അത്തരം സന്ദർഭങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് ഡിഫറൻസ് ഓഫ് നീഡ്സ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നീഡ്സ് വ്യത്യസ്തമാണ്. രണ്ടുപേർക്കും ഒരേ സമയം നീഡ്സ് ഉണ്ടായെന്ന് വരില്ല. അത് ഓരോരുത്തർക്കും അവരവരുടെ നീഡ്സ് എപ്പോഴാണോ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. പുരുഷന്റെ ഫിസിയോളജിയും സൈക്കോളജിയും സ്ത്രീയുടെ സൈക്കോളജിയും ഫിസിയോളജിയും വ്യത്യസ്തമാണ്. അത്തരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സന്ദർഭങ്ങൾക്കനുസരിച്ച് പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ.
അതല്ലാതെ സ്ത്രീയുടെയും പുരുഷന്റെയും ഫിസിയോളജിയും സൈക്കോളജിയും മനസ്സിലാക്കാതെ എന്താണോ ആഗ്രഹിക്കുന്നത് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ സാധിക്കണം എന്ന മട്ടിലുള്ള നിലപാടുകളും സ്വഭാവങ്ങളും എന്ന പെരുമാറ്റം ശരിയാവില്ല. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. 2. സമയവും സാഹചര്യങ്ങളും. 2. ടൈം ആൻഡ് സിറ്റുവേഷൻ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓരോന്നിനും ഓരോ സമയമുണ്ട്. വീട്ടിലെ ജോലികൾ, കുട്ടികളെ നോക്കൽ, അവരുടെ പഠനം, ഇതെല്ലാം കഴിഞ്ഞ് സ്വന്തമായി പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പലപ്പോഴും മാനസികമായ സമ്മർദ്ദവും സ്ട്രെസ്സുമൊക്കെ ആയിരിക്കും അവർക്കുണ്ടായിരിക്കുന്നത്. മാനസികമായി സ്ട്രെസ് അനുഭവപ്പെടുന്ന സമയത്തിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കൂടുകയും ഫിസിക്കൽ ഇന്റിമസിക്ക് കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അത്തരം അവസ്ഥകളെ പുരുഷന്മാർ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. 3. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പങ്കാളികൾക്കിടയിലുള്ള ആശയവിനിമയത്തിലെ പോരായ്മകൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഓരോരുത്തരുടെയും ഇന്റിമസിക്ക് പറ്റിയ സമയം ഏതാണെന്ന് കണ്ടെത്തി അതിനൊരു തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി നടത്തേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ദേഷ്യവും വാശിയും നീരസവും ഒക്കെ ഒഴിവാക്കാൻ പറ്റും. അതല്ലാതെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ സ്ത്രീയുടെ സെക്ഷൽ ഡിസയർസിനെ റെഡ്യൂസ് ചെയ്യാനേ പറ്റുകയുള്ളൂ, കുറയ്ക്കുവാനേ ഉപകരിക്കൂ. സ്ത്രീയുടെ അത്തരം അവസ്ഥകളെ കുറിച്ച് ഒരു നല്ല ധാരണയുണ്ടായിരിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളെ മാനേജ് ചെയ്യാൻ സഹായിക്കും. ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആശയവിനിമയ സമയത്ത് ആർഗ്യുമെന്റ്സും കുറ്റപ്പെടുത്തലുകളും ഒന്നുമില്ലാതെ സമാധാനപരമായിട്ടുള്ള ആശയവിനിമയം പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കും. 4. ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. പരസ്പരം മനസ്സിലാക്കുന്നതിൻ്റെ കുറവ്. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ പരസ്പരം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എത്ര കാലം കൂടെ താമസിച്ചാലും പലർക്കും പരസ്പരം മനസ്സിലാക്കാത്തതായിട്ട് വരുന്ന സന്ദർഭങ്ങളുണ്ടാകാം. എന്നാൽ പങ്കാളികൾക്കിടയിൽ പരസ്പരം മനസ്സിലാക്കലിലൂടെ ഒരുപാട് പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. ഭാര്യയ്ക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ഭർത്താവ് അവഗണിക്കുന്നു എന്ന തോന്നൽ, ഭർത്താവിന് ആവശ്യം അവൈലബിൾ ആകുമ്പോൾ ഭാര്യ അവഗണിക്കുന്നു എന്ന തോന്നലും കുറ്റപ്പെടുത്തലുകളും ഒന്ന്. ഇവിടെ എന്താ സംഭവിക്കുക? പരസ്പരം ഇമോഷണൽ ഇൻറ്റിമസി കുറയുന്നു. ഇമോഷണൽ ഇൻറ്റിമസി കുറയുന്നതോടെ ഫിസിക്കൽ ഇൻറ്റിമസിയും ഇല്ലാതായിത്തീരുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഡിസയർ കുറയുന്നു. 5. ലാക്ക് ഓഫ് ഫിസിക്കൽ ഇൻറ്റിമസി. കുറെ കാലം ഫിസിക്കൽ ഇൻറ്റിമസി ഇല്ലാതെ വരുമ്പോൾ, അതായത് ദൂരസ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൊല്ലങ്ങളോളം ഫിസിക്കൽ ഇൻറ്റിമസി ഇല്ലാതെ വരുമ്പോൾ അവിടെ ഇമോഷണൽ ഇൻറ്റിമസി കുറയുകയും സെക്ഷൽ ഡിസയർ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. 6. എമ്പതി. സഹാനുഭൂതി. പരസ്പരം സഹാനുഭൂതിയോടെ പെരുമാറുക. സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലുമെല്ലാം സഹാനുഭൂതി ഉണ്ടായിരിക്കണം. പങ്കാളിയുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളായി കണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ്. പങ്കാളിയുടെ പ്രശ്നങ്ങളും തൻ്റെ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് എന്ന് കരുതി അത് ആക്സെപ്റ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആശയവിനിമയ സമയത്ത് ഒച്ചപ്പാടുകളും ആർഗ്യുമെന്റ്സും കുറ്റപ്പെടുത്തലുകളും ഒന്നുമില്ലാതെ സമാധാനപരമായിട്ടുള്ള ആശയവിനിമയം പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കും. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വളർന്ന വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ള വ്യത്യസ്ത ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെയുള്ള വ്യക്തികളാണ് ഭാര്യയും ഭർത്താവും. അവർ കൂടിച്ചേരും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. എന്നാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഏത് രീതിയിലാണ് ആ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത് എന്നതിനനുസരിച്ചായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവും. ഡിഫറെൻറ്റ് നീഡ്സ്. ഭാര്യയുടെ ആവശ്യമല്ല ഭർത്താവിന്, ഭർത്താവിനുള്ള ആവശ്യമല്ല ഭാര്യയ്ക്ക്. അത് പരസ്പരം മനസ്സിലാക്കിയാൽ തന്നെ ഏറിയ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റും. ഭാര്യയുടെ അവൈലബിലിറ്റി ഇല്ലാത്തത് ഭർത്താവിന് ഒരു പ്രശ്നം തന്നെയാണ്. എന്നാൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഭാര്യയുടെ അവസ്ഥ മനസ്സിലാക്കി പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പുരുഷന്മാർക്ക് ഭർത്താവിന് കഴിയണം. പലപ്പോഴും അവിടെയാണ് പലർക്കും പാളിച്ചകൾ പറ്റുന്നത്. ഡോമിനന്റ് ജീവിതം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. പരസ്പരം തുറന്ന് സംസാരിക്കുക, ആവശ്യങ്ങളെ പരസ്പരം ബഹുമാനിക്കുക, ഇന്റിമസിക്ക് പറ്റിയ സമയം കണ്ടെത്തുക, ഇവയൊക്കെ ബന്ധം ദാമ്പത്യ ജീവിതം ശക്തമാക്കാൻ സഹായിക്കും. ടേക്ക് കെയർ.